കേട്ടോ. അപ്പോ ക്യാരക്ടറിസ്റ്റിക്സും ബിഹേവിയേഴ്സും അവരുടെ തോട്ട് പാറ്റേൺസും കൂടി ചേർന്ന ഒരു യുണീക് സെറ്റിനെയാണ് നമ്മൾ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോ ആക്ച്വലി ഈ പേഴ്സണാലിറ്റി, ഈ 3 കാര്യങ്ങളാണ് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്നും വേർതിരിച്ചറിയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റിയാണ്. അപ്പൊ അതിനകത്ത് വരുന്ന 3 കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സ്, ബിഹേവിയർ ആൻഡ് തോട്ട് പാറ്റേൺസ്. എങ്ങനെയാണ് ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ ബിഹേവ് ചെയ്യുന്നത്, എന്താണ് അയാളുടെ ആക്ച്വൽ ആയിട്ടുള്ള തോട്ട്സ്, എങ്ങനെയാണ് അയാൾ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നത്, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഒരാളുടെ പേഴ്സണാലിറ്റി എന്നുള്ളത് നമ്മൾ പറയുന്നത്. അപ്പോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ഒരു വ്യക്തിക്ക് എങ്ങനെ അയാൾ ചിന്തിക്കുന്നു, എങ്ങനെ അയാൾക്ക് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അയാൾ എക്സ്പ്രസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ സിറ്റുവേഷനിലും അതെങ്ങനെയാണ്. എല്ലാ സിറ്റുവേഷനിലും ഒരു വ്യക്തി ഒരുപോലെ ആയിരിക്കില്ല, പല സിറ്റുവേഷനിലും പല രീതിയിലായിരിക്കും. അപ്പൊ ഓരോ സിറ്റുവേഷൻസിലും അവർ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഇതിന്റെ ഒരു പഠനം, ഈ പേഴ്സണാലിറ്റിയെ കുറിച്ചുള്ള പഠനം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച് തന്നെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ബെറ്റർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്താ വെച്ചാൽ ഈ ഇന്റർ കണക്ഷൻ നമുക്ക് മനസ്സിലാക്കുവാണെങ്കിൽ, ഇപ്പൊ ഏതെങ്കിലും ഒരു പേഴ്സൺ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളോട് ദേഷ്യപ്പെടുവാണെങ്കിൽ നമുക്ക് ആ വ്യക്തിയുടെ ഫീലിങ്സ് ഇങ്ങനെയായിരിക്കാം, ആ വ്യക്തി ഇങ്ങനെ തിങ്ക് ചെയ്തതുകൊണ്ടായിരിക്കാം നമ്മളോട് ഇപ്പൊ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ആ വ്യക്തിയോടുള്ള റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളൊരു ഹെൽത്തിന്റെ വെൽബീയിങ് നമ്മൾ എപ്പോഴും നോക്കും. നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന്റെ വെൽബീയിങ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും. പക്ഷെ നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെ വെൽബീയിങ്ങിനെ കുറച്ചും കൂടി ഒന്ന് നല്ല ഒരു സ്ട്രോങ് ആയിട്ട് കാണാനും നമ്മൾ അതിനെ തിരിച്ചറിയാനും ഒക്കെ നമ്മളെ പേഴ്സണാലിറ്റിയുടെ പഠനം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു. അതൊരു യുണീക് പാറ്റേൺ ആണ്. മേജർ ആയിട്ടും വരുന്നത് തോട്ട്സ്, ഇമോഷൻസ്, അതുപോലെ ബിഹേവിയർ. ഈ 3 കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് റിഫ്ലക്ട് ചെയ്ത് കാണുന്നത്. അപ്പോൾ ഈ പേഴ്സണാലിറ്റി തന്നെയാണ് ഓരോ വ്യക്തിയെയും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, വ്യക്തികളെ യുണീക്ക് ആയിട്ട് കാണാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ജനിച്ച് ഉടനെ തന്നെ അങ്ങനെ ഇങ്ങനെ നമ്മുടെ കൂടെ പോരുന്ന ഒരു കാര്യമല്ല. ഡിഫറെന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റിലൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ, ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ, ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ സാഹചര്യങ്ങൾ നമുക്ക് വന്നു ചേരുമ്പോൾ അതിൽ നിന്നൊക്കെ ഇവോൾവ് ചെയ്യുന്നത്, അതായത് ഡെവലപ്പിംഗ് ആണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ കിട്ടുന്ന പാഠങ്ങൾ അനുസരിച്ച് നമുക്ക് വ്യത്യാസങ്ങൾ ഇങ്ങനെ പേഴ്സണാലിറ്റിയിൽ വന്നുകൊണ്ടേയിരിക്കും. നമ്മളെ എങ്ങനെ ഒരാൾ പെർസീവ് ചെയ്യുന്നു, നമ്മളെ ഒരാളെ എങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മളോട് ഒരാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ കണ്ടെക്സ്റ്റിലും അവരോട് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സംശയം എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലായോ? മനസ്സിലായി. അതെല്ലാം സ്ലൈഡ് എന്തെങ്കിലും ഉണ്ടോ പ്രസന്റ് ചെയ്യാൻ പറ്റിയ? എന്താ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടില്ല ഞാൻ. ഇത് സഡൻ അല്ലായിരുന്നു, എന്നോട് നേരാണ് പറയുന്നതേ. ഞാൻ നോട്ട്സ് ഇട്ട് തരാം. അവസാനം നമ്മുടെ ഗ്രൂപ്പിലേക്ക് നോട്ട്സ് ഇടാം. ഓക്കെ. അപ്പൊ നമ്മുടെ ട്രെയ്റ്റ്, നമ്മുടെ ഒരു പേഴ്സണാലിറ്റി നമ്മളൊരു 10 വയസ്സ് വരെ, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്യുന്നത് വരെ നമ്മൾ ഒരിക്കലും ഇന്ന പേഴ്സണാലിറ്റി ആണ് ഇത് എന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല. അതിനെ ട്രെയ്റ്റ് എന്നാണ് പറയാ. ഇന്ന രീതിയിലാണ് അയാളുടെ പേഴ്സണാലിറ്റി പോകുന്നത്, അതിന് നമ്മൾ ട്രെയ്റ്റ് എന്ന് മാത്രമാണ് പറയാ. ട്രെയ്റ്റ്, ഹാബിറ്റ്സ്, ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, ഇമോഷൻസ്, ഇതൊക്കെ നമ്മുടെ സ്കൂളുകളിലൊക്കെ വാല്യൂ എഡ്യൂക്കേഷന്റെ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത് ഈ പേഴ്സണാലിറ്റിയിലുള്ള ഡെവലപ്മെന്റിനെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ്. അപ്പൊ ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് പേഴ്സണാലിറ്റി. ഇതെല്ലാം അതായത് ട്രെയ്റ്റ്, ഹാബിറ്റ്, ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, ഇമോഷൻസ്, ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് ഒരു വ്യക്തി നമ്മളായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിൽ നമ്മൾ ഒരു വ്യക്തി ഒരു പേഴ്സൺ ആയിട്ട് ഷേപ്പ് ചെയ്ത് വരുന്നത്. ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ. ഇപ്പൊ അതൊക്കെയാണ് മേജർ ആയിട്ട് ഇപ്പൊ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അടുത്ത പോർഷനിലേക്ക് മനസ്സിലാക്കാൻ വേണ്ട ഒരു ഇത് മാത്രം ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, ഇനി പേഴ്സണാലിറ്റിക്ക് 3 കാര്യങ്ങളുണ്ട് മേജർ ആയിട്ടും ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, എൻഡ്യൂറിംഗ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. സ്റ്റേബിൾ ട്രെയ്റ്റ്സ് ആയിരിക്കാം. ചിലപ്പോൾ ഈ വ്യക്തി ചിലപ്പോൾ ഇൻട്രോവേർട്ട് ആയിരിക്കാം, ചിലപ്പോൾ എക്സ്ട്രോവേർട്ട് ആയിരിക്കാം. പക്ഷെ ഓവർ ടൈം അവർക്ക് വരുന്ന കോണ്ടെക്സ്റ്റുകൾ, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്നൊക്കെ വെച്ചിട്ട് അവർക്ക് അതിനകത്ത് മാറ്റങ്ങൾ ഓവർ ടൈമിൽ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ സിറ്റുവേഷൻസിൽ
അവരുടെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും കൺസിസ്റ്റന്റ് ആണോ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ യുണീക്നെസ് ഉണ്ട്. ഓരോ ഇൻഡിവിജ്വൽ വേറൊരു ഇൻഡിവിജ്വലിൽ നിന്നും വേർതിരിക്കുന്ന ഒരു ഫാക്ടറായിട്ട് നമ്മുടെ പേഴ്സണാലിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻട്രോവേർട്ടർ ആയിട്ടുള്ള ഒരു ആൾ എടുക്കുവാണെങ്കിൽ അവർ പൊതുവെ സോളിറ്ററി ആയിട്ടുള്ള ആക്ടിവിറ്റീസിനോടാണ് താല്പര്യം കാണിക്കുക. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് റീഡിങ് ആവാം, ചിലപ്പോൾ അവർ ഡ്രോയിങ് ആവാം, അവർക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളോടായിരിക്കും നമുക്ക് ഇഷ്ടം ഉണ്ടാവുക. അവർക്ക് ഒരു വലിയ ഒരു മാരേജ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു റിയൂണിയനോ അല്ലെങ്കിൽ ഗെറ്റ് ടുഗദറോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ ഉള്ളിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് എപ്പോഴും ആ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുന്നതിലായിരിക്കും അവർക്കൊരു ഫുൾഫിൽമെന്റ് കിട്ടുക. അപ്പൊ അത് ആ പേഴ്സണാലിറ്റി ട്രെയിറ്റിന്റെ പ്രത്യേകതയാണ്. പിന്നെ അതിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ്. ട്രെയ്റ്റ്സ് ഉണ്ട്, അതുപോലെ ബിഹേവിയറൽ പാറ്റേൺസ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, മോട്ടിവേഷൻസ് ആൻഡ് ഡ്രൈവ്സ്. മോട്ടിവേഷൻസ് ആൻഡ് ഡ്രൈവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളില് നമുക്ക് ചില ഡ്രൈവുകൾ ഉണ്ടാവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ നമ്മൾക്ക് പഠിക്കണമെങ്കിൽ അതെനിക്ക് പഠിക്കണം, എനിക്ക് എവിടെയെങ്കിലും എത്തിച്ചേരാം, ലക്ഷ്യബോധം എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഉള്ളിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷണൽ ഡ്രൈവ് തന്നെ ഉണ്ടാവുന്നുണ്ട്. ആ ഉണ്ടാവുന്ന മോട്ടിവേഷൻ ആൻഡ് ഡ്രൈവ് ഒക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. അങ്ങനെ അതൊക്കെയാണ് ഇപ്പൊ മേജർ ആയിട്ടും അങ്ങനെ പറഞ്ഞു പോകുന്നത്. പിന്നെ പേഴ്സണാലിറ്റി തിയറീസ് ഒക്കെ നമ്മൾ ഓൾറെഡി പിന്നെ ഒരു ക്ലാസ്സിൽ ഞാൻ കുറച്ചും കൂടെ വ്യക്തമായിട്ട് എടുക്കാം. ഇപ്പൊ ഞാൻ ഏകദേശം പേഴ്സണാലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ ഇനി നമുക്ക് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ മെയിൻ ആയിട്ടും പറയുന്നത് ഫ്രൂയിഡിന്റെ വ്യൂസ് ആണ്. പേഴ്സണാലിറ്റിയിലുള്ള ഫ്രൂയിഡിന്റെ വ്യൂസ് ആണ്. ഫ്രൂയിഡും പേഴ്സണാലിറ്റിനെ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചർ ഒരു ഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഐസ്ബർഗ്സ് കൺസെപ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. നമ്മുടെ ഒരു കടലിന്റെ മുകളിൽ ഒരു ഐസ്ബർഗ് ഉണ്ടെങ്കിൽ അതിന്റെ മേലെ ഒരു കുറച്ച് പോർഷനും താഴേക്ക് ഒരു വലിയ പോർഷനും കാണും. മേളിലുള്ളതിന്റെ ഒരു 9 ഇരട്ടിയായിരിക്കും താഴേക്ക് ഉണ്ടാകുന്ന അതിന്റെ വലിപ്പം. അപ്പൊ അതിന്റെ മേളിൽ കാണുന്ന ആ 9-1 പോർഷനാണ് നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡ് എന്നാണ് ഫ്രൂയിഡ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ അതിന്റെ താഴെ ഒരു കുറച്ച് പോർഷൻ സബ് കോൺഷ്യസ് മൈൻഡും അതിന്റെ ബാക്കിയുള്ളത് അൺകോൺഷ്യസ് മൈൻഡുമാണ്. അപ്പൊ ഈ ഫ്രൂയിഡ് ഈ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നിടം വരെ നമ്മുടെ ആളുകൾ വിചാരിച്ചിരുന്നത്, നമ്മുടെ സൈക്കോളജിസ്റ്റിന്റെ ബിലീഫ് എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മളെ എന്ത് പെരുമാറുന്നു, നമ്മുടെ എന്ത് പെരുമാറ്റങ്ങൾ, നമ്മുടെ എല്ലാ രീതിയിലുള്ള പെരുമാറ്റങ്ങളെല്ലാം കോൺഷ്യസ് ആയിട്ടും യുക്തിപൂർവമായിട്ടും നമ്മൾ ചെയ്യുന്നതായിരുന്നു എന്നാണ്. നമ്മളായിട്ട് അത് നമ്മുടെ അറിവോട് കൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാം എന്നായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന സൈക്കോളജിസ്റ്റുകളുടെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. പക്ഷെ ഫ്രൂയിഡിന്റെ സൈക്കോ അനലിറ്റിക്കൽ തിയറി വന്നപ്പോഴാണ് ഇതിനെ നമ്മൾ പൊളിച്ചടക്കിയിട്ട് ഇതിങ്ങനെയൊന്നും അല്ല, ഇത് കോൺഷ്യസും അൺകോൺഷ്യസ് ഫോഴ്സുകൾ തമ്മിലുള്ള ഒരു ഇന്റർപ്ലേ ആണ്. അതല്ലെങ്കിൽ ഈ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഹിഡൻ ആയിട്ട് നമ്മുടെ ഉള്ളിലുള്ള മോട്ടിവേഷൻസ്, ഡ്രൈവ്സ്, അതിനെയൊക്കെ നമ്മുടെ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറും ഇമോഷൻസിനെയും ഒക്കെ എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ സൈക്കോ അനാലിസിസ് തിയറി വന്നപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഇതായത്. അതുപോലെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഈ മോട്ടിവേഷൻ ഡ്രൈവ് എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഡ്രൈവുകളെല്ലാം നമ്മുടെ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന ഡിസയറുകളും നമ്മുടെ റിപ്രസീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളുടെയും ഒരു എന്താ പറയാ അതിന്റെ ഒരു എന്തെന്ന് അതിന് പറയാ, അതായത് നമ്മുടെ ഉള്ളില് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഉള്ളില് നമുക്ക് നന്നായി പാട്ട് പാടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഏതോ ഒരു സമയത്ത് ആരോ നമ്മളോട് പറഞ്ഞു നിന്റെ സൗണ്ട് കൊള്ളില്ല, അല്ലെങ്കിൽ നീ പാടുന്നത് ശരിയല്ല എന്നുള്ളത് നമ്മുടെ ഉള്ളില് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കത് റിപ്രസ് ചെയ്തു, നമ്മൾ ആ ഫീലിങ്ങിനെ റിപ്രസ് ചെയ്തു, എനിക്ക് പാടണം എന്നുള്ള ഫീലിങ്ങിനെ റിപ്രസ് ചെയ്തു. അപ്പൊ അത് അവിടെ ആ ഡിസയർ ആയിട്ട് നമ്മുടെ ഉള്ളില് കിടക്കുകയാണ്. അപ്പൊ ആ ഡിസയർ അതിന്റെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം നമ്മുടെ തോട്ട്സും ആക്ഷനും ഒക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കിടക്കുക. അങ്ങനത്തെ ഒരുപാട് ഡ്രൈവ്സ് ഉണ്ടാവും. നമ്മുടെ ചൈൽഡ്ഹുഡിൽ റൂട്ടഡ് ആയി പോയ ഒരുപാട് ഡ്രൈവ്സുകളും റിപ്രസ്ഡ് ആയിട്ടുള്ള ഫീലിങ്സും നമ്മുടെ ഉള്ളിലുണ്ട് എന്നാണ് സൈക്കോ അനലിറ്റിക്കൽ തിയറിയിൽ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ ഈ 3 കാര്യങ്ങൾ, ഒന്ന് കോൺഷ്യസും അൺകോൺഷ്യസും തമ്മിലുള്ള ഒരു ഇന്റർപ്ലേ ആണ് നമ്മുടെ ഈ സൈക്കോ അനാലിസിസ് നടത്തുന്നത്. അതുപോലെ അൺകവർ ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഉള്ളിലുള്ള ഹിഡൻ ആയിട്ടുള്ള മോട്ടിവേഷൻസിനെയും അതുപോലെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന കോൺഫ്ലിക്റ്റുകളെയും, അതൊക്കെ നമ്മുടെ ബിഹേവിയറിനെ ഇതിനെയൊക്കെ ഇമോഷൻസിനെയൊക്കെ എഫക്ട് ചെയ്യുന്നതാണ്. ഇതിനെയെല്ലാം അൺകവർ ചെയ്യാനായിട്ട്, അതായത് മൂടിക്കിടക്കുന്ന അൺകോൺഷ്യസിൽ കിടക്കുന്നതിനെയൊക്കെ അൺകവർ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്
എന്നാണ് സൈക്കോ അനാലിറ്റിക്കൽ തിയറി അതിനാണ് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ സൈക്കോ അനാലിറ്റിക്കൽ അപ്രോച്ചിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 സ്ട്രക്ചറാണ് അതിനകത്തുള്ളത്. ഇഡ്, ഈഗോ, അതുപോലെ സൂപ്പർ ഈഗോ. അപ്പൊ മറ്റേ ഗ്രൂപ്പിലുണ്ടോ ഇതിനകത്തുള്ള ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും മറ്റേ ഗ്രൂപ്പിലുണ്ടോ? അതിനകത്ത് ഞാൻ വിശദമായിട്ട് അതിനെക്കുറിച്ച് ഒരു ക്ലാസ് തന്നിരുന്നു. പറയാമോ? അത് ഡയറക്റ്റ് നമ്മുടെ മെയിൻ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യാം, അങ്ങനെ എല്ലാവർക്കും കിട്ടുള്ളൂ. ഓക്കെ, ഞാനത് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യാം. ഫോർവേഡ് ചെയ്യാം. അപ്പോ ഈ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വർക്കുകളെല്ലാം പറയുന്നത് ഏകദേശം 19th സെഞ്ചുറിയുടെ അവസാനവും 20th സെഞ്ചുറിയുടെ സ്റ്റാർട്ടിങ്ങും ആയിട്ടാണ്. അതായത് ഒരു ആള് കാണാവോ അറിയില്ല കേട്ടോ. കാണാവോ? വായിക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ ഫോട്ടോ എടുത്തിടാം. ഫോട്ടോ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടാം കേട്ടോ. ഇപ്പോഴല്ല, എന്നാലാണ്. അപ്പൊ ലെവൽസ് പറയുന്നത് മെന്റൽ ഐസ്ബർഗ് എന്ന് പറയുന്നതാണ്. അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. 9ൽ ഒരു പോർഷനാണ് കടലിന്റെ മേളിൽ ഐസ് തിര കാണുന്നതെങ്കിൽ അതുപോലെ വെറും 9ൽ 1 പോർഷൻ മാത്രമാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഹിഡൻ ആയിട്ട് കിടക്കുന്ന മൈൻഡാണ്. അതിനകത്താണ് നമ്മുടെ ഈ ബിഹേവിയറിനെയും ഇമോഷൻസിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ കിടക്കുന്നത് ഉള്ളിലാണ്. അതിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ചൈൽഡ്ഹുഡിൽ റൂട്ട് ചെയ്യപ്പെട്ടതാണെന്നാണ് സൈക്കോ അനാലിറ്റിക്കൽ തിയറിയിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് മെയിൻ ആയിട്ടും പറയുന്നത് കോൺഷ്യസ് ആണ്. കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മള് ഔട്ടർ വേൾഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓർഡിനറി എവരിഡേ നമ്മൾ ചെയ്തു പോകുന്ന നമുക്ക് ബോധപൂർവം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നത്. നമ്മുടെ സെൻസേഷൻസ്, നമ്മുടെ എക്സ്പീരിയൻസുകൾ, ഏതെങ്കിലും ഒരു മൊമെന്റ് നമ്മൾ ഈ മൊമെന്റിലൂടെ പാസ് ചെയ്ത് പോകുന്നു എന്ന അറിവോടുകൂടി പോകുന്നതെല്ലാം കോൺഷ്യസ് മൈൻഡിൽ സംഭവിക്കുന്നതാണ്. അതിനകത്ത് അധികം ഇത് നമ്മളുടെ ഈ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് അധികം നമ്മുടെ ഇതിനെ ആ ഓൺ ദ സ്പോട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ല നമ്മുടെ ബിഹേവിയറിനെ റിഫ്ലക്ട് ചെയ്യുന്നത്. പകരം ഉള്ളിൽ എന്തൊക്കെയോ മറിഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡിൽ റിഫ്ലക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അൺകോൺഷ്യസ് ലെവലിൽ കിടക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാർജസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഈ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അതും നമുക്ക് കാണാൻ പറ്റാത്തതാണ്, നമുക്ക് ബോധപൂർവം മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. അത് വാസ്റ്റ് ആണ്. നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റുകളുടെ ഹോമാണെന്നാണ് പറയുന്നത്. ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് വരുന്ന ഡ്രൈവുകൾ, ഇപ്പൊ വിശപ്പ്, അതുപോലെ സെക്ഷുവൽ തോട്ട്സ്, ഇതെല്ലാം ഇൻസ്റ്റിങ്ക്റ്റുകളാണ്. അപ്പോൾ അത് ഇൻസ്റ്റിങ്ക്റ്റുകളുടെ ഒരു കേന്ദ്രമാണ്, ഒരു ഹോമാണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഇപ്പോ നമ്മുടെ വിഷസും ഡിസയേഴ്സും ഒക്കെ നമ്മുടെ ബിഹേവിയറിനെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നതെല്ലാം കിടക്കുന്നത് എവിടെയാണ്? ഈ അൺകോൺഷ്യസ് മൈൻഡിലാണ്. നമുക്ക് കാണാനോ കൺട്രോൾ ചെയ്യാനോ സാധിക്കാത്ത ഫോഴ്സസ് ആണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ളത്. അതുപോലെ നമുക്ക് റിട്രീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് അതിനകത്ത് കിടക്കുന്നത് എന്താണെന്നുള്ളത് റിട്രീവ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ നമ്മുടെ റിപ്രസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫീലിങ്സ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ സേവ്ഡ് ആണ്. അപ്പോൾ ഇതാണ് മേജർ ആയിട്ടും പറയുന്നത്. ഈ അൺകോൺഷ്യസ് മൈൻഡിന്റെയും സബ് കോൺഷ്യസ് മൈൻഡിന്റെയും ഇടയ്ക്ക് വരുന്നത് പ്രീ കോൺഷ്യസ് ലെവൽ എന്നും പറയും, അതുപോലെ സബ് കോൺഷ്യസ് ലെവൽ എന്ന് നമ്മൾ പറയും. അതിനകത്ത് വരുന്നത് ഈ 2 ലെവലിന്റെ ഇടയിലുള്ളതാണ് അതിനകത്ത് ജസ്റ്റ് നമുക്ക് അവയർനെസിന്റെ തൊട്ട് താഴെയുള്ള ഒരു പാളി, ഒരു നേർത്ത പാളി എന്ന് പറയാം. അധികം വലിപ്പമൊന്നുമില്ല അതിന്, ഒരു ചെറിയൊരു പാളിയാണ്. അതാണ് നമ്മുടെ പെർസെപ്ഷനും തോട്ട്സും. നമുക്ക് കോൺഷ്യസ്ലി അവെയർ അല്ലാത്ത പെർസെപ്ഷനും തോട്ട്സും ഡയറക്റ്റ് ആയിട്ട് കിടക്കുന്നത് ഇതിനകത്താണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളൊന്ന് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും ചില കാര്യങ്ങൾ. നമ്മൾ പഠിക്കണ കാര്യമൊക്കെ കുട്ടികളോട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ റീഡ് ചെയ്തൊക്കെ സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ സബ് കോൺഷ്യസിലോട്ടാണ് സേവ് ചെയ്യുന്നതെന്നാ പറയുന്നത്. അതുകൊണ്ടാണ് നമുക്കത് പെട്ടെന്ന് ചോദിക്കുമ്പോൾ അന്നേരം ഇല്ലെങ്കിലും നമ്മൾ പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നതെല്ലാം കിടക്കുന്നത് സബ് കോൺഷ്യസിലായിരിക്കും. നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റാത്തതാണ് എവിടെ കിടക്കുന്നത്? അൺകോൺഷ്യസിൽ കിടക്കുന്നത്. പക്ഷെ ആ റിട്രീവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും സബ് കോൺഷ്യസിലെ കാര്യങ്ങളും എല്ലാം കൂടിയാണ് നമ്മുടെ ബിഹേവിയറിനെയും ഇമോഷൻസിനെയും തോട്ട്സിനെയും ഒക്കെ മാനേജ് ചെയ്തു പോകുന്നത്. പിന്നെ അതിന്റെ സ്ട്രക്ചർ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ 3 സ്ട്രക്ചർ ആയിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. അതിൽ ഇഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്മോൾ ചൈൽഡ് ആണ്, ഒരു കുഞ്ഞു കുട്ടി എങ്ങനെയാണോ അതാണ് നമ്മുടെ ഇഡ് എന്ന് പറയുന്നത്.
എല്ലാം ചെയ്യണം എന്നൊരു ആഗ്രഹമാണ് ഇഡിനുള്ളത്. എല്ലാ ഇൻസ്റ്റിങ്ക്റ്റും അപ്പൊ തന്നെ പൂർത്തീകരിക്കണം എന്നാണ് ഇഡിന്റെ ആഗ്രഹം. അപ്പോ ഈ ഇഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെയിൻ അവോയ്ഡ് ചെയ്യണം. പെയിൻ ഒന്നും ഇഷ്ടമല്ല, സന്തോഷം മാത്രമാണ് ഇഷ്ടമുള്ളത്. ഒരു ഹൈ എനർജി ലെവലാണ് ഇഡിനുള്ളത്. അതുപോലെ പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇഡ് വർക്ക് ചെയ്യുന്നത്. സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാനായിട്ട് ഇഡിന് ഇഷ്ടമുള്ളത്. ഭയങ്കര സെൽഫിഷ് ആണ്. അതുപോലെ നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു കുഞ്ഞിന് മദറിന്റെ വൂമ്പിലായിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന് എല്ലാം പറയാതെ തന്നെ അതിന്റെ ഇതനുസരിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് കുട്ടി പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഇഡിനൊരു സംശയം വരികയാണ്, ഇനി ഇതെല്ലാം സാധിക്കുമോ, ഇനി ഇതെല്ലാം എനിക്ക് കിട്ടുമോ. പിന്നെ കുട്ടി കരഞ്ഞാലാണ് എന്ത് കിട്ടുള്ളൂ, പാല് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ലെവലിലേക്ക് മാറുന്നത് പോലെ ഇഡെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എനിക്ക് ഇപ്പൊ വേണം ചോദിച്ചാൽ എനിക്ക് ഇപ്പൊ വേണം, ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയാണ് നമ്മുടെ ഇഡിന്റെ ഒരു ലെവല്. പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ 2 പ്രോസസ്സാണ്. പ്ലഷർ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണല്ലോ ഇഡ് വർക്ക് ചെയ്യുന്നത്. പ്ലഷർ പ്രിൻസിപ്പിൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. 2 പ്രോസസ്സാണ്. ഒന്ന് റിഫ്ലെക്സ് ആക്ഷനും 2 പ്രൈമറി പ്രോസസ്സും. റിഫ്ലെക്സ് ആക്ഷനിൽ വരുന്നത് ഇൻബോൺ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് റെസ്പോൺസസ് ആണ്. അതുപോലെ സിമ്പിൾ ഫോം ഓഫ് എക്സൈറ്റ്മെന്റ് ആണ്. ചെറിയ എക്സൈറ്റ്മെന്റുകളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിഫ്ലെക്സ് ആക്ഷൻ. പ്രൈമറി ഫോക്കസ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റിമുലൈനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അതായത് വിശക്കുമ്പോൾ ഇപ്പൊ കുട്ടിക്ക് നിപ്പിള് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അമ്മയുടെ സാമീപ്യം അടുത്തില്ല, അപ്പൊ പെട്ടെന്ന് തന്നെ അടുത്ത ഒരു പ്ലഷർ കിട്ടുന്ന ഒരു കാര്യത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ഈ തം സക്കിങ്, അവർക്ക് ആ സമയത്ത് അത് കിട്ടാതെ വന്നാൽ അവര് തമ്പ് വായിൽ വെച്ചിട്ട് അതായത് അവർക്ക് ആ പ്ലഷർ വേണ്ടത് അവര് നേടിയെടുക്കുകയാണ്. അവർക്ക് എന്താണോ വേണ്ടത് അത് അവർ നേടിയെടുക്കും. അപ്പൊ വേറൊരു പ്രോസസ്സിലേക്ക് പോകുന്നത് പ്രൈമറി പ്രോസസ്സിലാണ് ഈ പ്ലഷർ പ്രിൻസിപ്പിളിന്റെ. പ്ലഷർ ഗീവിങ്, അപ്പൊ ഇത് ഫുഡിന് പകരം അവർക്ക് തമ്പ് വെച്ചിട്ട് അത് സക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്ലഷർ, ആ പ്ലഷറിൽ മാത്രമാണ് അതിന്റെ ഫോക്കസ്. അതല്ലാതെ അതിന്റെ വിശപ്പ് മാറുന്നു എന്നുള്ളതല്ല, സക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്ലഷറിൽ മാത്രമാണ് ഇതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോ ടെൻഷൻ കുറയ്ക്കാൻ, ഫുൾഫിൽമെന്റ്, അതൊക്കെ, അതായത് ഇൻസ്റ്റിങ്ക്ച്വൽ ഡ്രൈവിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതെല്ലാം ഇഡിന്റെ ആക്ടിവിറ്റീസ് ആണ്. അതാണ് ഇഡ് എന്ന് പറയുന്നത്. ഇഡൊരു ചെറിയ കുട്ടീനെ ആയിട്ട് നമ്മൾ സങ്കല്പിച്ചാൽ മതി. എന്തും കിട്ടണം, എന്തും നേടണം, ഇനി ഇല്ലെങ്കിൽ വാശി പിടിച്ചായാലും ഒന്ന് നേടും എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഇഡിനുള്ളത്. പ്ലഷർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഇഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഫ്രോയിഡ് തിരിച്ചിട്ടുള്ള 3 സ്ട്രക്ചറാണ്. സ്ട്രക്ചറിന്റെ ആദ്യത്തെ സ്ട്രക്ചറാണ് ഇഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ അതിനകത്ത് എല്ലാം കവർ ചെയ്തു. ഇനി ഈഗോയാണ് അടുത്ത സെക്കൻഡ് സ്ട്രക്ചറിന്റെ രണ്ടാമത്തെന്ന് പറയുന്നത് ഈഗോയാണ്. ഈഗോ എന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്യുന്ന ആളാണ്. അതായത് ഇഡും സൂപ്പർ ഈഗോയുടെയും ഇടയിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് ഈഗോ. മീഡിയേറ്റർ എന്നും പറയാം. എപ്പോഴും റാഷണൽ ആക്സെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. നമ്മൾക്ക് യുക്തിപൂർവ്വം ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഈഗോ. അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബാലൻസിങ് ഫോഴ്സ് ആണ്. റിയാലിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്, ഇത് നടക്കുവോ ഇല്ലയോ, അല്ലെങ്കിൽ നടക്കേണ്ടതാണോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യാനാണ് പുള്ളിക്ക് ഇഷ്ടം. ഇത് സെക്കൻഡറി പ്രോസസ് ആണ്. ഇഡിന്റെ ആക്ഷൻസിനെയൊക്കെ ഒന്ന് ഡിലേ ചെയ്യും. അത് സാറ്റിസ്ഫൈയിങ് ആണോ അല്ലെങ്കിൽ ഇത് നമുക്ക് ആവശ്യമാണോ എന്നൊന്ന് ചിന്തിക്കാൻ പാകത്തിന് ഇഡിന്റെ പ്രോസസ്സുകളെ ഒക്കെ ഒന്ന് ചവിട്ടി നിർത്തുന്ന ആളാണ് ഈഗോ എന്ന് പറയുന്നത്. മെച്ചുർ ആയിട്ടുള്ള തോട്ട് പ്രോസസ് ആണ്. റിയാലിറ്റി ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട് ഇതിനകത്ത്. ഈഗോ ആദ്യം ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ഇതിന് ഇതാണ് ആവശ്യം, ഇതിങ്ങനെ പോയാൽ അതിന്റെ കോൺസിക്വൻസസ് ഇതായിരിക്കും, അപ്പൊ ശരി അത് ചെയ്യണോ, അത് വേണോ, അത് വേണമെങ്കിൽ ചെയ്താൽ മതി എന്നിങ്ങനെ ഇതിനെ ഒന്ന്, അതായത് ഇഡൊരു കടിഞ്ഞാണില്ലാതെ പോകുന്ന ഒരു കുതിരയാണെങ്കിൽ കുതിരയുടെ മുകളിലിരിക്കുന്ന കുതിരക്കാരനാണ് ഈഗോ എന്ന് പറയാം. എങ്ങനെ വേണമെങ്കിലും ഇഡിന് പോകാം, ഇഡ് ഇഷ്ടമുള്ളിടത്തേക്ക് പോകും, പക്ഷെ അതിനെ എങ്ങോട്ട് പോകണോ എന്ന് നിയന്ത്രിക്കുന്ന ഒരാളായിട്ട് ഈഗോ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. റൈഡർ ഈഗോയാണെങ്കിൽ ഹോഴ്സ് ആണ് ഇഡ്. അപ്പോ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ ഇഡ് എന്താണെന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നോണ്ട് എനിക്കൊരു സംശയം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വളരെ വളരെ നന്നായി മനസ്സിലാവുന്നുണ്ട്. മാം ഒരു സംശയം ചോദിച്ചോട്ടെ? ഓക്കെ, ഈ ഇഡ് ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് എന്തിനെ തരംതിരിച്ചേക്കുന്നതാണെന്ന് പറയാമോ? മൈൻഡിന്റെ സ്ട്രക്ചറാണ്, മനസ്സിന്റെ സ്ട്രക്ചർ. മനസ്സിലായോ? ഓക്കെ. അതായത് ഈ സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്,
എന്ന് പറഞ്ഞ അതിനെ അത് തന്നെ അതിന് കുറച്ചും കൂടി ഒന്ന് അതിന് കുറച്ചുകൂടി കോൺഷ്യസ് മൈൻഡ്. അതെ 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 അത് ലെവൽസ് ആണ്, ലെവൽസ് ഓഫ് മൈൻഡ് ആണ് അത്. ഇത് സ്ട്രക്ചർ ഓഫ് മൈൻഡ് ആണ്. ഓക്കെ. അപ്പൊ ഇനി സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ടിന്റെ ആളാണ്. ഡോണ്ട്, വേണ്ട, ചെയ്യണ്ട, കാരണവരാണ്. മറ്റേ വലിയൊരു കസേരയൊക്കെ ഇട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇറങ്ങാനായിട്ട് ഇങ്ങനെ മുന്നോട്ട് ഇറങ്ങുമ്പോൾ കാരണവർ പറയും വേണ്ട അവിടെ നിൽക്ക് എന്ന് പറയും. അപ്പോ ഈഗോ വന്നിട്ട് പറയും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു പഴയ സിസ്റ്റം വെച്ച് നോക്കുവാണെങ്കിൽ ഇഡ് വീട്ടിലെ കാരണവര്, ഇഡല്ല സൂപ്പർ ഈഗോ വീട്ടിലെ കാരണവര്, ഇഡ് എന്ന് പറയുന്നത് അവിടുത്തെ കുട്ടി, ഈഗോ എന്ന് പറയുന്നത് അവിടുത്തെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡിന് ഇപ്പൊ ഇറങ്ങി പോണം, ഈഗോ പറയും ഇപ്പൊ പോവണ്ട. അപ്പൊ അമ്മ വന്ന് മീഡിയേറ്റർ ആയിട്ട് നിൽക്കും, ഇവൻ ഇന്ന കാര്യങ്ങളുള്ളത് കൊണ്ടല്ലേ അവനൊന്ന് പോയിട്ട് വരട്ടെ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഏകദേശം സൂപ്പർ ഈഗോയുടെ അവസ്ഥ. കാരണവരാണ്, എന്തു പറഞ്ഞാലും അവിടെ ഡോണ്ട്, ഇത് വേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റും കൊണ്ട് ഇരിക്കുന്ന ആളാണ് സൂപ്പർ ഈഗോ. ഒരു 5-6 വയസ്സൊക്കെ നമുക്ക് എത്തുമ്പോഴാണ് ഈ സൂപ്പർ ഈഗോയുടെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ആ ഒരു സൂപ്പർ ഈഗോ ഇല്ല. നമ്മുടെ ഉള്ളില്, നമ്മുടെ മൈൻഡിൽ സൂപ്പർ ഈഗോ ഇല്ല. എന്ത് കാര്യവും ചെയ്യണം എന്നല്ലാതെ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധമൊന്നും കുട്ടിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും, നമ്മുടെ കുട്ടികളോട് അത് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അത് മനസ്സിലാവില്ല. അവർ വീണ്ടും വീണ്ടും ചോദിച്ചോണ്ടിരിക്കും, അതെന്താ അത് ചെയ്യണ്ടാത്തെ, അതെന്താ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തെ. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ ദേഷ്യം വരും. പക്ഷെ നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ കുട്ടികളോട് പറയണം, ഡോണ്ട് എന്ന് പറയുന്നതിന് പകരം നീ പകരം എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുക. ഇത് ചെയ്യരുത് എന്നല്ല, ഇതിന് പകരം എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും നമ്മൾ കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ. ഇത് അതിന്റെ ഒരു പ്രാക്ടിക്കൽ വേർഷൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഒരു 5-6 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾക്ക് ചെറിയ ഈ സൂപ്പർ ഈഗോ ഒക്കെ നമ്മുടെ മൈൻഡിൽ ഫോം ആയി തുടങ്ങും. ഇതിനാണ് തെറ്റ് ശരി എന്നൊക്കെ ഉള്ളതിന്റെ ഒരു ഡെഫിനിഷൻ വരുന്നത് ഈ സൂപ്പർ ഈഗോയുടെ ഉള്ളിലാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്താ പറയാ, പണിഷ്മെന്റും പ്രൈസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കുട്ടികളോട് ഇപ്പം നമ്മൾ അവർക്ക് അപ്രിസിയേഷൻ ഒക്കെ കൊടുക്കില്ലേ, ഈ അപ്രിസിയേഷനും അതുപോലെ പണിഷ്മെന്റ് ശിക്ഷാരീതികളൊക്കെ വെച്ചിട്ടാണ് ഇവർക്ക് ഈ തെറ്റേത് ശരി ഏതെന്നുള്ള ഫോർമുലേഷൻ വരുന്നത്. അപ്പൊ ഇതിനകത്ത് ചിലപ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞു ഈ സപ്രസ്ഡ് ആയിട്ടുള്ള ഫീലിങ്സ് എന്ന്. ഇപ്പൊ ചില കുട്ടികൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കാം, പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ അവരെ കയറി ഡോണ്ട് പറയുമ്പോൾ അവർക്ക് അത് ചെയ്യാൻ പറ്റാതെ വരും. അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും പണിഷ്മെന്റ് ഭയന്നിട്ട് അത് ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സപ്രസ്ഡ് ഫീലിംഗ് ആയിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവും. അത് അവിടുന്ന് പോവൂല എന്നാണ് പറയുന്നത്. നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ സേവായി കിടക്കും. എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അത് സാധിക്കുന്നില്ല, അത് അവിടെ സ്റ്റോപ്പായി കിടക്കുകയാണ് എന്നുള്ള അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അത് അവിടെ ഉണ്ടാകും. ഉള്ളിന്റെ ഉള്ളിൽ എന്ന് പറയുന്നത് അൺകോൺഷ്യസ് മൈൻഡിൽ സേവായി കിടക്കും കേട്ടോ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പേഴ്സണാലിറ്റിയിൽ അതിന്റെ നമ്മുടെ ബിഹേവിയറിൽ, നമ്മുടെ തോട്ടിലും ഒക്കെ അത് റിഫ്ലക്ഷൻ അതിന്റെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ പേരന്റൽ കൺട്രോൾ ആണ് ഈ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പൊ ഇഡ് ഒരു ചൈൽഡ് ആണെങ്കിൽ ഈഗോ എന്ന് പറയുന്നത് ഒരു മീഡിയേറ്റർ ആണ്, സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഒരു കാരണവരാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഇരുന്നാൽ മതി. ഇപ്പൊ ഇത് പിന്നെന്താ, മൊറാലിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് സൂപ്പർ ഈഗോ വർക്ക് ചെയ്യുന്നത്. എല്ലാം മോറൽ ആണോ, ഇതെല്ലാം ശരിയാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഈ സൂപ്പർ ഈഗോ എന്തെങ്കിലും ഒരു തീരുമാനം നമ്മളോട് പറയുള്ളൂ. ഭയങ്കര ക്രൂവലാണ് സത്യം പറഞ്ഞാൽ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അതിനങ്ങനെ ഫീലിങ്സ് ഒന്നുമില്ല. എന്തായാലും നോ പറയാനും റെഡി ആയിട്ടാണ് പുള്ളി ഇരിക്കുന്നത്. പുള്ളിനെ അല്ലെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഈഗോ അവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് സൂപ്പർ ഈഗോനെ നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ശരിക്കും ഈ ഇഡിന്റെയും സൂപ്പർ ഈഗോയുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു മീഡിയേറ്റർ ആണ് ഈഗോ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇഡിനെ തടയുക എന്നുള്ളതാണ് കേട്ടോ സൂപ്പർ ഈഗോയുടെ മെയിൻ ജോലി എന്ന് പറയുന്നത്. ഇഡ് എന്തെങ്കിലും ഒരു കംപ്ലീറ്റ് ഇൻസ്റ്റിങ്ക്റ്റീവ് ആയിട്ട് ചാടി കയറി വന്നാൽ അപ്പൊ തന്നെ സൂപ്പർ ഈഗോ അതിന് നോ പറയുക എന്നുള്ളതാണ് സൂപ്പർ ഈഗോയുടെ ഒരു ജോലിയായിട്ട് നമ്മള് പറയുന്നത്. ഏകദേശം ക്ലിയർ ആയി എന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഭാഗം. ഏകദേശം നമ്മുടെ ഒരു ഇഡ്, ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇഡ് ഒക്കെ നമ്മുടെ ഇപ്പൊ കഴിഞ്ഞു. ഇനി നമുക്ക് തിയറി ജസ്റ്റ് നമ്മുടെ ആ ജെയിന്റെ നോട്ടിൽ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോട്ടിലുള്ളത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടും. ഇനി അതിനകത്ത് എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ അന്നേരം ഒന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇടാം.
കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് ഡൈനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. ഡൈനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റിയിൽ വരുന്ന ഒരു 2 കാര്യമാണ്. ഒന്ന് ഇൻസ്റ്റിങ്ക്റ്റും 2 എനർജി ഡിസ്ട്രിബ്യൂഷനും ആണ്. ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, എങ്ങനെ വളരുന്നു, ഇതിനെ 2നെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഡൈനാമിക്സ് എന്ന് പറയുന്ന ആ ഒരു ടേം പറയുന്നത്. അപ്പൊ സൈക്കിക് എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇഡും ഈഗോയും സൂപ്പർ ഈഗോയും അതിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഈ 2 കാര്യങ്ങളാണ് ഡൈനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റിയിൽ വരുന്നത്. അപ്പോ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് ഫ്രോയിഡ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് സിസ്റ്റം ആണ്. അതിനകത്ത് 2 എനർജിയാണുള്ളത്. ഒന്ന് സൈക്കോളജിക്കൽ എനർജിയും പിന്നെ ഫിസിയോളജിക്കൽ എനർജിയും. ഫിസിയോളജിക്കൽ എനർജിനെ കുറിച്ച് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. നമുക്ക് ഉള്ള നമ്മുടെ എനർജിനെയാണ് ഫിസിയോളജിക്കൽ എനർജി എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് സൈക്കോളജിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ട പവർ കൊടുക്കുന്നതാണ് ഈ സൈക്കിക് എനർജി എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈക്കോളജിക്കലും ഫിസിയോളജിക്കൽ എനർജിയുടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഇഡാണ്. ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ബോഡ്ലി നീഡ്സ് ആണ്. സൈക്കോളജിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ബോഡ്ലി നീഡ്സ് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് ബോഡിക്ക് ആവശ്യമായ നീഡിന്റെ സൈക്കോളജിക്കൽ എക്സ്പ്രഷൻ ആണ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. എന്ത് ഫിസിയോളജിക്കൽ നീഡ്സ് വന്നാലും അതിനെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നതാണ് ഇഡിന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ന്യൂട്രീഷണൽ ഡെഫിസിറ്റ് വന്നാൽ ഹങ്കർ വരും. അപ്പൊ ആ ഹങ്കർ ആണ് നമ്മളെ ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ടുവരുന്നത്. മെന്റലി വിഷ് നമുക്ക് ഫുഡ് വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടുവരുന്നത് ഈ ഇഡാണ്. ഓക്കെ. എല്ലാ ഇൻസ്റ്റിങ്ക്റ്റും എന്ന് പറയുന്നത് ഒരു ടോട്ടൽ എമൗണ്ട്, ഒരു മനുഷ്യന് വേണ്ട ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജിയാണ് മൊത്തം ഇൻസ്റ്റിങ്ക്റ്റുകളുടെ ആകത്തുക എന്ന് പറയുന്നത്. മനസ്സിലായോ? കിട്ടിയോ? ഒന്നുകൂടെ പറയാമോ? ഓക്കെ. ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സിന്റെ സൈക്കോളജിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഇപ്പൊ ന്യൂട്രീഷണൽ ഡെഫിസിറ്റ് വരുവാണെങ്കിൽ ഹങ്കർ വരും. അപ്പൊ നമുക്ക് മെന്റലി എനിക്കിപ്പോ ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹം വരും അവിടെ. മനസ്സിലായോ? സഹജവാസന. സഹജവാസന, അത് തന്നെ. ഓക്കെ. അപ്പൊ നമ്മുടെ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി ഒരു മനുഷ്യന് ആവശ്യമുള്ളതിന്റെ മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓൾ ഇൻസ്റ്റിങ്ക്റ്റിന് ആവശ്യമായിട്ടുള്ള എനർജി തന്നെയായിരിക്കും സൈക്കിക് എനർജി എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇനി നമുക്ക് എത്രത്തോളം വിശപ്പുണ്ട് എന്നുള്ളതിനെ അനുസരിച്ച് അതാണ് ആ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഡ്രൈവ് എന്ന് പറയുന്നത്. നമുക്ക് എത്രത്തോളം വിശപ്പുണ്ട് എന്നുള്ളതാണ്. സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ആ നീഡിന് വേണ്ടിയിട്ടുള്ള ടെൻഷനാണ്. അയ്യോ എനിക്ക് ഭക്ഷണം കഴിച്ചില്ലല്ലോ, അല്ലെങ്കിൽ സമയം ഇത്രയാവുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ക്ലാസ്സിൽ ഇരിക്കുകയാണ്, രാവിലെ നമ്മൾ ചിലപ്പം ഒരു 8 മണിക്ക് കഴിച്ചിട്ട് വരുന്ന ആളായിരിക്കും. 12 മണി 12:30 ആയപ്പോഴേക്കും എനിക്ക് വിശക്കാൻ തുടങ്ങി. പക്ഷെ ഞാനൊരു മീറ്റിംഗിൽ ഇരിക്കുകയാണ്, പക്ഷെ എനിക്ക് വിശപ്പ് ഇങ്ങനെ ആധിക്യം വരികയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, അയ്യോ എനിക്ക് വിശപ്പ്, ഇനി 1:30 ആകുമ്പോഴേക്കും ഫുഡ് കിട്ടുമോ, ഇനി താഴത്തെ ക്യാൻറ്റീൻ അടച്ചു പോവോ. നമ്മളിപ്പോ മീറ്റിംഗിലാണെങ്കിൽ പോലും നമ്മുടെ തോട്ട്സ് ആ വഴിക്ക് പോകും. നമുക്ക് ആ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ആ ടെൻഷൻ ഓഫ് നീഡ് ആണ്. അപ്പൊ ഹങ്കർ ആണെങ്കിൽ ഹങ്കർ, എക്സാമ്പിൾ ആണ് ഹങ്കർ എന്ന് പറഞ്ഞത്. എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെൻഷൻ കുറയ്ക്കണം. എന്തിന്, എങ്ങനെ? നമുക്ക് ഫുഡ് വേണം. ആ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമ്മുടെ ടെൻഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ആ സമയത്തെ ആവശ്യം. എന്താണോ നമുക്ക് നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടത്, അത് ഒരു ബിഹേവിയർ, അതിനെ ഇൻവോൾവ് ചെയ്യുന്ന ബിഹേവിയർ, ആ ഇൻവോൾവ് ചെയ്യുന്ന ബിഹേവിയറിനെ ഒബ്റ്റെയിനിങ് ചെയ്യാനുള്ള ഒബ്ജക്ട്സ് നമുക്ക് അവിടെ വേണം. ഇപ്പൊ വിശപ്പാണെങ്കിൽ ആ വിശപ്പിന് നമുക്ക് ഒന്നുകിൽ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഞാൻ ഇങ്ങനെ മീറ്റിംഗിലാണ്, അപ്പൊ നമ്മുടെ സൂപ്പർ ഈഗോ അവിടെ കയറി ഇടപെടും. ഓക്കെ, നീ ഇപ്പൊ പോവാൻ പറ്റില്ല. അപ്പൊ ഈഗോ ഇഡിനോട് പറയും, ഇപ്പൊ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നീ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യൂ, നമുക്ക് പോകാം, നമുക്ക് കഴിക്കാം എന്നുള്ള രീതിയിൽ ഈഗോ അതിനെ ബാലൻസ് ചെയ്ത് നിർത്തും. അങ്ങനെയാണ് ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റിന്റെ ഒരു പോക്ക്. ഫ്രൂയിഡ് പറയുന്ന ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന മോഡല് ടെൻഷൻ റെഡ്യൂസിങ് മോഡലാണ്. അതായത് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ബോഡിലി ആവശ്യം, അതായത് ഫിസിയോളജിക്കൽ നീഡ് വരുന്നു, ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ടെൻഷൻ വരുന്നു. ആ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. മനസ്സിലാവുണ്ടോ? ഓക്കെ. ഇനി 2 രീതിയിൽ ഇൻസ്റ്റിങ്ക്റ്റിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റും പിന്നെ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റും ആണ്.
കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറോസ് ആണ്, ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ തനറ്റോസ് ആണ്. അങ്ങനെ 2 ഇൻസ്റ്റിങ്ക്റ്റ് ആണ് നമുക്കുള്ളത്. ഇറോസ് എന്ന് പറഞ്ഞാൽ സർവീസ് ഓഫ് സർവൈവൽ ആൻഡ് റിപ്രൊഡക്ഷൻ ആണ്. സർവൈവലിനും റിപ്രൊഡക്ഷനും വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റുകളെയാണ് നമ്മൾ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. അതായത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റുകൾ. അതിന് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ വിശപ്പ്, ദാഹം, അതുപോലെ സെക്ഷുവൽ ആയിട്ടുള്ള നീഡ്സ്, അതിന്റെ എനർജി ലിബിഡോ എന്നാണ്. ആ എനർജിക്ക് പറയുന്ന പേര് ലിബിഡോ എന്നാണ്. ഓക്കെ, അപ്പൊ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റിന് പറയുന്ന പേര് ഇറോസ് എന്നാണ്. ഇറോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സർവൈവലിനും റിപ്രൊഡക്ഷനും വേണ്ടിയിട്ടുള്ള സർവീസ് ആണ് അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹങ്കർ, തേഴ്സ്റ്റ്, നമ്മുടെ ഫിസിയോളജിക്കലി നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി, ആ എനർജിയുടെ ഫോമിന്റെ പേര് ലിബിഡോ എന്നാണ്. പിന്നെ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റിനകത്ത് തനറ്റോസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റിങ്സ് ആണ് പൊതുവെ അതിനകത്ത് വരിക. നമുക്ക് എല്ലാം അൺകോൺഷ്യസ് വിഷ് ആണത്. എല്ലാത്തിനെയും എല്ലാ ലൈഫിന്റെ ഒരു എയിം തന്നെ പോകുന്നത് മരണത്തിലേക്കാണ്. അഗ്രസീവ് ആയിട്ടുള്ള എനർജിയാണത്. അതായത് നമുക്ക് ദേഷ്യം വരുന്നത്, അങ്ങനെയുള്ള ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എനർജി ഫോംസ്, ഫിസിയോളജിക്കൽ നീഡ്സ് ആണെങ്കിൽ കൂടിയും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എനർജി ഫോംസിനെ എല്ലാം നമ്മൾ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റിന്റെ അതിനകത്താണ് പെടുത്തിയിരിക്കുന്നത്. നമുക്ക് തനറ്റോസ് എന്നാണ് അതിന് പേര് വരുന്നത്. അപ്പോ ഫ്രൂയിഡ് പറയുന്നത് ഹ്യൂമൻസ് എപ്പോഴും വയലന്റ് ആയിട്ടും അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്നത് ഈ തനറ്റോസ് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് നമ്മുടെ ഉള്ളത് കൊണ്ടാണെന്നാണ്. നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുന്നു, ഇപ്പൊ വിശപ്പ് വന്നു, അല്ലെങ്കിൽ നമുക്കൊരു ഡ്രൈവ് നമ്മുടെ ഉള്ളിൽ വന്നു, ഒരു ഇൻസ്റ്റിങ്ക്റ്റ് നമ്മുടെ ഉള്ളിൽ വന്നു, കുറെ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു, അത് സാറ്റിസ്ഫൈ ചെയ്യാതെ വന്നാൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു അഗ്രസീവ് മോഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വയലന്റ് ആയിട്ടും ഡിസ്ട്രക്റ്റീവ് ബിഹേവിയറിലേക്കും മനുഷ്യൻ പോകുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മളിൽ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് നിലനിൽക്കുന്നത് കൊണ്ടാണെന്നാണ്. ശരിക്കും ലൈഫും ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് ഒരു ഭക്ഷണം വായിലേക്ക് വെച്ചാൽ ചവക്കില്ലേ, അപ്പൊ ആ ചവയ്ക്കുന്നത് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റും ഇറക്കുന്നത് മറ്റേ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റും ആണെന്നാ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതായത് അങ്ങനെ വിളിക്കുന്നത് ചവക്കുന്നത്, നമ്മൾ ഭക്ഷണം വായിലേക്ക് വെച്ചാൽ അത് ചവയ്ക്കുന്നത് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നമ്മളൊരു ഭക്ഷണം വായിലേക്ക് അത് ചവച്ചരയ്ക്കുന്നത് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നമ്മുടെ ആ ഒരു ഫോം ഓഫ് എനർജിയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനെ ഇറക്കി വിടുന്നത് ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഇതാണ്. ഇത് രണ്ടും കൂടെ ടുഗദർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കുന്നതിൽ വരെ ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആണെന്നാണ് മറ്റേ ഇങ്ങേര് പറഞ്ഞു വെക്കുന്നത്. ആര്? ഫ്രോയിഡിന്റെ ഒരു തിയറ. അതുപോലെ ഇൻസ്റ്റിങ്ക്റ്റ് എപ്പോഴും കോൺഫ്ലിക്റ്റിലേക്കും പോകും. ഇപ്പൊ ലവും അഗ്രഷനും ഒരു സാഡിസ്റ്റിക് ബിഹേവിയർ വരുന്നത് ഈ രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ്. സാഡിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ വരുന്നത് ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്ന ഇൻസ്റ്റിങ്ക്റ്റുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, അതായത് ലവ് ഇൻസ്റ്റിങ്ക്റ്റും അതുപോലെ അഗ്രഷനും, ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റും ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റും ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് സാഡിസ്റ്റിക് ആയിട്ടുള്ള മൈൻഡ്, ഇറോസും തനറ്റോസും ഒരുമിച്ച് വരികയാണ്. അതിൽ തനറ്റോസ് ഡോമിനേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിക്ക് സാഡിസ്റ്റിക് ആയിട്ടുള്ള നേച്ചർ ഉണ്ടാവുക. എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവണം എന്നല്ല കേട്ടോ. ഈ ലിബിഡോക്കാണോ എറോസ് എന്ന് പറയുന്നത്? വേറെ പേര് പറഞ്ഞത് ലിബിഡോ എനർജിയാണ്. ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റിന്റെ എനർജിക്കാണ് ലിബിഡോ എന്ന് പറയുന്നത്. മറ്റേ തനറ്റോസ്. മറ്റേത് തനറ്റോസ്. സൈക്കിക് എനർജി എന്ന് പറയുന്നത് ഈ അഗ്രസീവ് എനർജിയാണ്. അതായത് തനറ്റോസ് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റിന്റെ എനർജിയാണ് സൈക്കിക് എനർജി. ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റിന്റെ എനർജിയാണ് ലിബിഡോ. ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റിന്റെ എനർജിയാണ് സൈക്കിക് എനർജി. അഗ്രസീവ് ആയിട്ടുള്ള എനർജി. രണ്ടിനും ടുഗദർ പറയുന്നതാണല്ലോ സൈക്കിക് എനർജി അല്ലേ? രണ്ടിനും ടുഗദർ സൈക്കിക് എനർജി എന്ന് പറയും. പക്ഷെ അഗ്രസീവ് ആയിട്ടുള്ള എനർജി ഫോം ആണ് ഈ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റിനുള്ളത്. പക്ഷെ നമ്മളൊരു വ്യക്തി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മിക്കതിലും അതിനകത്ത് ലൈഫും ഡെത്തും രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് വരുന്നത് എന്നാണ് അതിന് പറയുന്ന എക്സാമ്പിൾ ആണ് ഈറ്റിംഗ് എന്ന് പറയുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ വരുന്ന ചവയ്ക്കലും ഇറക്കലും. അതുപോലെ ഈ കോൺഫ്ലിക്റ്റിൽ വരാറുണ്ട് ഇൻസ്റ്റിങ്ക്റ്റുകൾ തമ്മിൽ. അതിലാണ് ഒന്ന് പറയുന്നത് ലവും മറ്റേ അഗ്രഷനും കൂടെ വരുമ്പോഴാണ്
നമുക്ക് ഒരു വ്യക്തിയിൽ സാഡിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള എന്നൊക്കെ പറയുന്ന ആ ബിഹേവിയർ, ആ ട്രെയിറ്റിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ അതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറോസും തനറ്റോസും ഉണ്ട്. അതായത് ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റും ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റും ഉണ്ട്. അതിൽ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് അതിനെ മേലെ നിൽക്കുകയാണ്, ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ആ ഒരു വ്യക്തി സാഡിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ പാർട്ട്ണറോട് കാണിക്കുക. മനസ്സിലായോ? അഗ്രഷൻ ആണ് ഡോമിനേറ്റ് ചെയ്യുക. അപ്പൊ ലിബിഡോ എപ്പോഴും ഒരു ഒബ്ജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് കാതേർസിസ് എന്ന് പറയുന്നത്. അത് ഒരാളോട് ഇഷ്ടം തോന്നുന്നതിന് നമ്മൾ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനോടുള്ള ഒരു ഇഷ്ടം. അപ്പോൾ നമ്മളിപ്പോ നമ്മുടെ റൂംമേറ്റിനെ നമുക്ക് ഇഷ്ടമാണ്, അപ്പൊ നമ്മൾ ലിബിഡോ നമ്മൾ അവരിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിബിഡോ എന്ന് പറയുന്നത് കണക്റ്റഡ് ടു ഹിം ഓർ ഹെർ എന്ന് പറയും. നമ്മുടെ ലിബിഡോ അയാളോട് കണക്ട് ചെയ്തിരിക്കുകയാണ് എന്ന് പറയാം. നമുക്ക് റൂംമേറ്റിനോട് അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയോട് അല്ലെങ്കിൽ നമ്മുടെ മക്കളോടൊക്കെ നമുക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ ആ എനർജി നമുക്ക് അവരിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയും. എന്തോ അത് അത്രേ ഉള്ളൂ, നമുക്ക് അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. ഡിമാൻഡ് ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളൂ ഇതിനകത്ത് ലിബിഡോയും തനറ്റോസും ഒക്കെ. ഇപ്പൊ ഏകദേശം ക്ലിയർ ആയിട്ടില്ലേ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, എന്താടാ ഒരു മിനിറ്റ്. എല്ലാരും ഇങ്ങനെ ഒഴിഞ്ഞു മാറി കളിച്ചാൽ ശരിയാവില്ല കേട്ടോ. എല്ലാവരും ടോപ്പിക് എടുക്കണേ. സേഫ് സാർ, അടുത്ത ക്ലാസ് മുതൽ എല്ലാവരും ഓരോ ടോപ്പിക്കുകൾ ഏറ്റെടുക്കണേ. ഇതിന്റെ എനർജി ഇതൊക്കെയാട്ടോ നമ്മളിപ്പോ പറഞ്ഞു പോയത്. ഇനി ഈഗോ ഉണ്ട്, പിന്നെ ഡിഫൻസ് സൂപ്പർ ഈഗോ. ഇത് മൂന്നിന്റെ എനർജിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ആണ്. അത് അടുത്ത ദിവസം എടുക്കാം കേട്ടോ. അപ്പോ ഫ്ലൂയിഡ് എനർജിയാണ് നമ്മുടെ എനർജി ഡിസ്ട്രിബ്യൂഷനകത്ത്. ഇപ്പൊ ഏകദേശം നമ്മുടെ രണ്ട് കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ നമ്മുടെ ഡൈനാമിക്സിനകത്ത് വരുന്നത് ഇൻസ്റ്റിങ്ക്റ്റും എനർജി ഡിസ്ട്രിബ്യൂഷനും ആണ്. അതിൽ ഇൻസ്റ്റിങ്ക്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, അപ്പൊ കഴിഞ്ഞു. ഇത്രയാണ് ഇൻസ്റ്റിങ്ക്റ്റിനകത്ത് വരുന്നുള്ളൂ. ഇനി പറയുന്നത് എനർജി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോ എനർജി ഫ്ലൂയിഡ് എനർജി ഓഫ് ഐഡി ശരിക്കും നമ്മുടെ വയറിന്റെ ഉള്ളിലായിരിക്കുമ്പോൾ തന്നെ കിട്ടുന്നത് കൊണ്ട് ഐഡി ആണ് ഫസ്റ്റ്. അതായത് ഇഡിന്റെയാണ് ആദ്യത്തെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഇഡാണ്. അപ്പോ ഒരു തമ്പ് സക്കിങ്ങിന് സ്റ്റിമുലേഷൻ കൊടുക്കുന്നത് ഓറൽ പാർട്ടിനോട് കഥാക്സിസ് തോന്നുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? വയറിനുള്ളിലെ ആയിരിക്കുമ്പോൾ തന്നെ അവർക്കുള്ള എനർജി ഫോം ആണ് ഇഡിനകത്തുള്ള എനർജി ഫോം എന്ന് പറയുന്നത്. അപ്പോ ആദ്യത്തെ എനർജി സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡാണ് ആദ്യത്തെ എനർജി സ്റ്റോറേജ് എന്ന് പറയുന്നത്, ലൈക്ക് ഒരു ഫ്ലൂയിഡ് പോലെ. അപ്പോ നമുക്ക് ഇപ്പൊ ഒരു തമ്പ് സക്ക് ചെയ്യുന്നത്, ഒരു കുട്ടീനെ എടുക്കുക, ആ കുട്ടി തമ്പ് സക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ടോയ് കിട്ടിയാലും ഏത് കളിപ്പാട്ടം കിട്ടിയാലും വായിലേക്ക് കൊണ്ടുപോകുന്നത് അതിന്റെ ഓറൽ പാർട്ടിനോട് ആ ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുന്നത് ആ ഒബ്ജക്റ്റിനോട്, ആ പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനോട് ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിലേക്ക് ലിബിഡോ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അത് അതിന്റെ വോംബിൽ തന്നെ സംഭവിക്കുന്നതാണ്. ആ വോംബിൽ തന്നെ ഓറൽ പാർട്ടിനോടൊരു കഥാക്സിസ് ഉണ്ട്. ആ ഓറൽ പാർട്ടിനോടൊരു ലിബിഡോ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെന്താണ്, ഈ പാർട്ടിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ, ആ എനർജി ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യാനാണ് നിപ്പിള് കിട്ടിയില്ലെങ്കിൽ കുട്ടി തമ്പ് സക്ക് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഈ ഒരു ടോയ് കിട്ടിക്കഴിഞ്ഞാൽ അത് വായിലോട്ട് വെക്കുന്നതിന്റെ റീസൺ. മനസ്സിലായോ? നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കില്ലേ? മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായി. ഓക്കെ, ബാക്കിയുള്ളവരോട് ഇന്ററാക്ട് ചെയ്യട്ടെ. ഇന്ററാക്റ്റീവ് സെഷൻ. ഓക്കെ, ഒരു ഓർഗാനിസം അതിന്റെ എന്തെങ്കിലും
ഇഷ്ടം സാറ്റിസ്ഫൈ ചെയ്യാൻ അതിന് പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതത് സബ്ജക്റ്റീവായിട്ട് ഈഗോയ്ക്ക് കൊടുക്കും. അതായത് ഇപ്പൊ കുറെ നേരമായിട്ടും ഈ കുട്ടിക്ക് വിശന്നു, ഈ കുട്ടി കരഞ്ഞു, ഈ കുട്ടിക്ക് പാല് കിട്ടിയില്ല, അപ്പൊ കുട്ടി സ്വാഭാവികമായിട്ടും തമ്പ് വായിൽ വെച്ചു, സക്ക് ചെയ്തു, കുറെ നേരം സക്ക് ചെയ്തിട്ടും ഇതിന് ആ പ്ലഷർ പ്രിൻസിപ്പിൾ അനുസരിച്ച് അതിന് സാറ്റിസ്ഫൈ ആയി. പക്ഷെ ഇതിന്റെ വിശപ്പ്, ഹങ്കർ എന്ന് പറയുന്ന ഇൻസ്റ്റിങ്ക്റ്റ് അതിന് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിന് എന്ത് ചെയ്യും? അത് ഈഗോയ്ക്ക് കൊടുക്കും. ഈഗോക്ക് കൊടുത്തു കഴിയുമ്പോൾ ഈഗോ തിങ്ക് ചെയ്യും. ഈഗോ തിങ്ക് ചെയ്തിട്ട് ഇതിന് പ്രാക്ടിക്കൽ ആയിട്ട് എന്ത് സൊല്യൂഷനാ ഉള്ളതെന്ന് ഈഗോ ആലോചിക്കും. ഈഗോ ആലോചിക്കുമ്പോൾ ഈഗോയ്ക്ക് കിട്ടുന്ന ഐഡിയ ആണ് കരയരുത്, ഉറക്ക കരഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ നിനക്ക് ചിലപ്പോൾ ഫുഡ് കിട്ടുമായിരിക്കും. അപ്പൊ ആള് വരുന്നിടം വരെ കരയുക എന്നുള്ളത് ഈഗോന്റെ സജഷൻ ആണ്. ഈഗോ ആദ്യം ഇഡിന്റെ സജഷൻ ആണ് തമ്പ് സക്കിങ്. ഇത് ഫെയിൽഡ് ആവുകയാണ്, അതിന് ഹങ്കർ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ അത് ഈഗോയ്ക്ക് കൊടുക്കും. ഈഗോ അവിടെ തിങ്ക് ചെയ്തിട്ട് ഈഗോ കുറെ നേരം കരയും. സ്വാഭാവികമായിട്ടും അലറി പൊളിച്ച് കരയുമ്പോൾ ആരെങ്കിലും വരും, അതിന് എന്തെങ്കിലും കൊടുക്കും. അപ്പൊ അവിടെ ആ വിശപ്പ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഈഗോ എന്ന് പറയുന്നത് ലോജിക്കൽ തിങ്കിങ്ങിന്റെ ആളാണ്. ഈഗോയാണ് അനലൈസ് ചെയ്യുന്നത്. തമ്പ് സക്ക് ചെയ്തുകൊണ്ട് നിന്റെ വിശപ്പ് മാറില്ല, സോ എന്ത് ചെയ്യണം, കുറച്ചു നേരം കരഞ്ഞാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താലോ, അങ്ങനത്തെ തോട്ട്സ് ഒക്കെ കൊണ്ടുവരുന്നത് ഈഗോയാണ്. അപ്പൊ ആ സമയത്ത് സൂപ്പർ ഈഗോക്ക് പങ്കൊന്നുമില്ലേ? ഇല്ല, സൂപ്പർ ഈഗോ 5-6 വയസ്സാകുമ്പോഴല്ലേ ഡെവലപ്പ് ആവുള്ളൂ. സൂപ്പർ ഈഗോ ഈ സമയത്ത് ഇല്ല. സൂപ്പർ ഈഗോ നമുക്കില്ല. നമുക്ക് കുഞ്ഞായിരിക്കുന്ന സമയത്ത് സൂപ്പർ ഈഗോ വർക്ക് ചെയ്യില്ല. സൂപ്പർ ഈഗോ ഒരു 5-6 വയസ്സിലൊക്കെയാണ് ഒരു കുട്ടിക്ക് സൂപ്പർ ഈഗോ ഡെവലപ്പ് ചെയ്യുക. അതുവരെ ഇഡും ഈഗോയും മാത്രമേ ഉള്ളൂ. നെഗറ്റീവ് അടിച്ചടിച്ചിട്ട് സൂപ്പർ ഈഗോ ഡെവലപ്പ് ചെയ്ത് വരുന്നു അല്ലേ? നെഗറ്റീവ് അടിച്ചടിച്ച് സൂപ്പർ ഈഗോ ഡെവലപ്പ് ചെയ്ത് വരും. പിന്നെ മൊറാലിറ്റി പ്രിൻസിപ്പിൾസ്, ഇതൊക്കെ സൂപ്പർ ഈഗോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കംസ്റ്റൻസസ് അനുസരിച്ച് ഡെവലപ്മെന്റിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരു യൂറോപ്യൻ കൺട്രിയിൽ ജീവിക്കുന്ന ഒരാളുടെ സൂപ്പർ ഈഗോയും നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളുടെ ഒരു വളരെ മറ്റേ നാരോ മൈൻഡഡ് ആയിട്ടുള്ള ആളുടെ ഇടയിൽ ജീവിക്കുന്ന സൂപ്പർ ഈഗോയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് മൊറാലിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാ. മൊറാലിറ്റി പ്രിൻസിപ്പിള് നമ്മൾ താമസിക്കുന്ന സ്ഥലം അനുസരിച്ച് വ്യത്യാസം വരുന്നത് കൊണ്ട് സൂപ്പർ ഈഗോയ്ക്ക് അങ്ങനെ ഒരു നമ്മൾ താമസിക്കുന്ന എൻവയോൺമെന്റ് അനുസരിച്ചുള്ള ഡിഫറൻസ് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈഗോ എക്സ്പാൻഡിങ് എനർജി സോഴ്സ് ആണ്. സ്വന്തമായിട്ട് എനർജി ഇല്ല, ഇഡ് തരുന്ന എനർജീനെ എക്സ്പാൻഡ് ചെയ്യാൻ മാത്രമാണ് ഇതിന് പറ്റുള്ളൂ. അതുപോലെ ഇഡിന്റെ ടെൻഷൻ കുറയ്ക്കാനാണ് ഈഗോ നോക്കുക. ഇഡിന് ടെൻഷൻ വരും, അതായത് ഒരു നീഡ് വന്നു, ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഇഡിന് ടെൻഷൻ ആണ് ഉണ്ടാവുക. ആ ടെൻഷനെ കുറയ്ക്കാനുള്ള തോട്ട്സും അതിന്റെ ഉള്ള വഴികളും ഈഗോയാണ് ചെയ്തു കൊടുക്കുക. അപ്പൊ കുട്ടിയെ കൊണ്ട് കരയിപ്പിച്ചു, കുട്ടിക്ക് വിശപ്പ് മാറി, അപ്പൊ ഇഡ് സാറ്റിസ്ഫൈഡ് ആയി. അത് കരയിപ്പിച്ചത് ഈഗോയാണ്. അങ്ങനെ അപ്പൊ ഓക്കെ, ഇഡിനപ്പോ ഒരു ഫോൾസ് ബിലീഫ് ആണ് ഈഗോ ഇഡിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. ഇഡിനൊരു ബിലീഫ് ഉണ്ട്, ഈഗോ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെന്ന്. പക്ഷെ ശരിക്കും ഈഗോ ചെയ്യുന്നത് ഇഡിൽ നിന്ന് എനർജി എടുക്കുകയാണ്. ഇഡിൽ നിന്ന് എനർജി എടുത്തിട്ട് ഈഗോയുടെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ് ഈഗോ ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ കോൺസെപ്റ്റിൽ നോക്കുമ്പോൾ ഓക്കെ, എനിക്ക് വിശന്നു, എനിക്കത് സ്വന്തമായിട്ട് കിട്ടിയില്ല, അപ്പൊ ഈഗോ അതിനകത്ത് ഇടപെട്ടു, ഈഗോ അവിടെ എനിക്ക് ഹങ്കർ സാറ്റിസ്ഫൈ ചെയ്ത് തന്നു. പക്ഷെ ഈഗോ ശരിക്കും അപ്പൊ ഹെൽപ്പ് ചെയ്തു എന്ന് ഇഡ് വിചാരിക്കും. പക്ഷെ ഈഗോ ശരിക്കും ഈഗോയുടെ പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള എനർജി ഇഡിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈഗോ മോണോപോളൈസ് ചെയ്യാണ് സൈക്കിക് എനർജീനെ. മനസ്സിലായോ? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പ്രത്യേകിച്ച് ഇതുവരെ ഈ സബ്ജക്ട് പഠിക്കാത്തവരാണെങ്കിൽ. അപ്പൊ എന്തായാലും ഒന്ന് നോക്കുക ഇത് കഴിഞ്ഞിട്ട്. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ഇതിന്റെ കൂടുതൽ എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒന്നോടെ പറഞ്ഞു തരാൻ ശ്രമിക്കാം. അപ്പോ ഈഗോ ഫെയിൽ ആയി കഴിഞ്ഞാല് ഇഡ് എന്ത് ചെയ്യും? അതിന്റെ പവർ തിരിച്ചെടുത്തിട്ട് ഈ പ്ലഷർ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള തിങ്സ് വീണ്ടും ആക്റ്റീവായിട്ട് ചെയ്യും. അപ്പൊ കുറെ നേരം കരഞ്ഞു, എന്നിട്ടും കിട്ടിയില്ല, അപ്പൊ അവിടെ ഈഗോ ഫെയിൽ ആയി. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും? തമ്പ് സക്ക് ചെയ്യോ അല്ലെങ്കിൽ കാലിന്റെ വിരലെടുത്ത് വായിലോട്ട് വെക്കോ, എന്താണ് അതിന് പ്ലഷർ കിട്ടുന്ന കാര്യത്തിലേക്ക് അത് വീണ്ടും തിരിച്ചു പോകും. ഈഗോ എഫിഷ്യന്റ് ആണെങ്കിൽ അത് കൂടുതൽ എനർജി അക്യുമുലേറ്റ് ചെയ്യും. അപ്പോ ഒരു എനർജിയുടെ പോർഷൻ സൈക്കോളജിക്കൽ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഈഗോ ഇഡിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. പെർസെപ്ഷനും റീസണിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ഈഗോ അത് യൂസ് ചെയ്യും. മനസ്സിലായോ? ആന്റി കെതക്സിസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. ഇഡിനെയും സൂപ്പർ ഈഗോനെയും കൺട്രോൾ ചെയ്യാനായിട്ട്
മറ്റേ ഈഗോ യൂസ് ചെയ്യുന്നതാണ്. എനർജി ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കും. ഇഡിനും കൊടുക്കൂല. ഇഡിന്റെ കയ്യിൽ നിന്നാണ് എനർജി മേടിക്കുന്നത്. അത് എവിടെയും കൊടുക്കാതെ ഈഗോയുടെ പ്രോസസ്സിന് വേണ്ടി മാത്രം സൂക്ഷിച്ചു വെക്കുന്നതിനാണ് ആന്റി കെതക്സസ് എന്ന് പറയുന്നത്. കെതക്സസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമുക്ക് ഇഷ്ടമുള്ള ഒരു ആന്റി കെതക്സസ്, CATHEXCS, കെതക്സസ്. അപ്പൊ നമ്മള് ഈ എനർജി ലിബിഡോ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കെതക്സസ് എന്ന് പറയുന്നത്. ഈ എനർജി എവിടെയും ഇൻവെസ്റ്റ് ചെയ്യാതെ സ്വന്തമായിട്ട് വെക്കുകയാണ് ഈഗോ മിക്കവാറും ചെയ്യുക. അപ്പൊ അതിനെയാണ് നമ്മൾ ആന്റി കെതക്സസ് എന്ന് പറയുന്നത്. ഈഗോ ഈ എനർജി എന്ത് ചെയ്യും എന്നിട്ട് ഇഡിനെയും സൂപ്പർ ഈഗോനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുകയാണ്. എവിടെയും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അത് ആവശ്യമില്ലാന്ന് തോന്നുന്നു അല്ലെ? ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ടെന്ന് തോന്നുന്നു. നമ്മള് പഠിക്കുമ്പോ ഡീറ്റെയിൽ ആയിട്ട് പോവാം. പിന്നെ സൂപ്പർ ഈഗോനെ ഹലോ, നമസ്കാരം. ഞാൻ രാകേഷാണ്. ഇതിനകത്ത് ഇത് കേൾക്കുമ്പോ അതൊരു നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് എന്താ പറയാ, പ്രാക്ടിക്കലി ഇതൊരു കഥ പോലെ കേൾക്കാന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അത് ഫ്രോയിഡിന്റെ ഒരു അപ്രോച്ച് ആണല്ലോ. അത് മോഡേൺ കുറെ മാറ്റങ്ങൾ വന്നിട്ടായിരിക്കാം. ഈ ഇഡ് ഈഗോ, സൂപ്പർ ഈഗോ എന്നൊക്കെ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാവുന്നുണ്ട്. ആ ഒരു 3 ടൈപ്പ് ഓഫ്. പക്ഷെ ഈ എനർജി എടുക്കുക കൊടുക്കുക എന്നൊക്കെ പറയുമ്പോ അത് എന്തോ നമുക്ക് കണ്ട കൺസീവ് ആവണില്ല. സത്യം പറഞ്ഞാൽ നമ്മള് ഇതൊരു കോൺസെപ്റ്റ് ആണ്, പുള്ളിയുടെ ഒരു തോട്ടാണ്. ഇങ്ങനെയാണ് എനർജി വർക്ക് ചെയ്യുന്നത്, റിയാലിറ്റി ഫീലിംഗ് വരുന്നില്ല നമുക്ക്. അല്ല, മോഡേൺ സൈക്കോളജിയിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. അത് നേരത്തെ ഉള്ള ഒരു അപ്രോച്ച് ആണല്ലോ. നേരത്തെ ഉള്ള മെയിൻ ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ട് നമുക്ക്. ക്വസ്റ്റ്യൻ ആൻസറിൽ ഇത് ഈ പോയിന്റ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് അവർ തരുന്ന നോട്ട്സിലൊക്കെ എനർജി ഒക്കെ ജസ്റ്റ് ഒരു 1 വേർഡിൽ അങ്ങ് കവർ ചെയ്ത് പോയിട്ടേ ഉള്ളൂ. ചിലപ്പോ ഇത്ര ആവശ്യം വരില്ല. ഇതിനെല്ലാം നമ്മള് പുതിയ വേറെ തിയറീസ് വന്നിട്ട് ആളുടെ തിയറീസിനൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ അല്ലെ? അതുണ്ട്. നിയോനേറ്റൽ തിയറീസ് വരുന്നുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളത്, ഇതിനെ ഇതാക്കിയിട്ടുള്ളതും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എവിടെയെങ്കിലും ഇയാളാണ് ഇതിന് തുടക്കം ഇട്ടതെന്ന് മാത്രം. ഇയാളാണ് ഇതിന് ഫൗണ്ടേഷൻ ഇട്ടത്. ഈ ഒരു തിയറീനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിനെ ഒപ്പോസ് ചെയ്തിട്ടാണ് ഇനിയുള്ള തിയറീസ് എമർജ് ചെയ്ത് വന്നത്. മേജറായിട്ടും അത്രയൊക്കെ തന്നെയാണ് ഇതിനകത്ത് പറയുന്നുള്ളൂ. ഇത്രയും ഇതിലേക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് പോകണം എന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇപ്പൊ എനർജി ഫോംസ് ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഇത്രയും മതി. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം. ഇനി നമുക്ക് ഡിഫൻസ് മെക്കാനിസം ആണ് അടുത്തത് മേജറായിട്ട് വരുന്ന ഒരു ടോപ്പിക്. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം. അല്ലെങ്കിൽ സൂപ്പർ ഈഗോയുടെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ ഇനി അതും കൂടെ പറയണമെന്ന് ഓർത്തിട്ടാണ്. ഇനി ഇത്രയും കൺഫ്യൂഷൻ ആയ സ്ഥിതിക്ക് നോ കൺഫ്യൂഷൻ ക്യാരി ഓൺ. നോ കൺഫ്യൂഷൻ. അല്ല, ഓക്കെ, അത് സ്റ്റേജസ് അടുത്തെടുക്കാം. അതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നുകൂടെ പറയാം. സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതുവരെയുള്ള സൂപ്പർ ഈഗോ കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആവുമല്ലോ. അപ്പോ എനർജി ഈ സൂപ്പർ ഈഗോയ്ക്ക് എനർജി കിട്ടുന്നത് എന്ന് പറയുന്നത് ഈഗോന്റെ എനർജിയിൽ നിന്ന് തന്നെയാണ്. ഈഗോന്റെ സക്സസ് വരുമ്പോൾ അവിടെ ഐഡന്റിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന കാര്യം ചെയ്യുമ്പോൾ ഇന്നത്. ഇപ്പൊ കരഞ്ഞ കുട്ടിക്ക് പാല് കിട്ടി, അപ്പൊ അവിടെ കരയുക എന്നുള്ളത് ഒരു ഐഡന്റിഫൈ ചെയ്തു ഇന്ന പ്രോസസ്സ്. അപ്പൊ അങ്ങനെ ആ ഈഗോന്റെ സക്സസിനെ നമുക്ക് ആ ഐഡന്റിഫിക്കേഷൻ വന്നത് കൊണ്ടാണ് അത് സക്സസ് വന്നത്. അപ്പോ ഈ സൂപ്പർ ഈഗോയ്ക്ക് എനർജി വരുന്നത് എന്ന് പറയുന്നത് എനർജി ത്രൂ ഐഡന്റിഫിക്കേഷൻ ആണ്. അതായത് ടെൻഷൻ റെഡ്യൂസിങ് ആയിട്ടുള്ള ഒരു ഇമേജ് ഫോർമേഷൻ അവിടെ നടക്കുന്നുണ്ട്. ടെൻഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇന്ന കാര്യം ചെയ്താൽ മതി. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ടെൻഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത്. ഇപ്പൊ ഹങ്കർ വന്നു, എനിക്ക് വിശക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് വിശക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് ആ വിശപ്പ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ടെൻഷനാണ് ആദ്യം വരുന്നത്. ആ ടെൻഷന് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് അടുത്ത ഈ എനർജി യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ടെൻഷനെ റെഡ്യൂസ് ചെയ്ത് ഇമേജ് ഫോർമേഷനിൽ വരുന്ന എനർജി തന്നെയാണ് സൂപ്പർ ഈഗോയ്ക്ക് ട്രാൻസ്ഫർ ആയി വരുന്നത്. അപ്പോ ഒരു ചൈൽഡ് അതിന്റെ ഒരു സോഷ്യൽ ബിഹേവിയർ ഐഡന്റിഫൈ ചെയ്തു.
റിവാർഡ് അല്ലെങ്കിൽ പണിഷ്മെന്റ് വഴിയായിട്ടായിരിക്കും അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പോ ആ ഒരു പേരന്റിന്റെ ലവ് അല്ലെങ്കിൽ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ മോർ എനർജി അതിനു വേണ്ടി ചാനലൈസ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ആ സൂപ്പർ ഈഗോയ്ക്ക് എനർജി കിട്ടുന്നത്. സൂപ്പർ ഈഗോ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു 5-6 വയസ്സിലാണ്. അപ്പൊ ഈ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ മൊറാലിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഏതൊരു കുട്ടിക്കും ഈ മൊറാലിറ്റി പ്രിൻസിപ്പിള് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ആ കുട്ടിക്ക് കിട്ടുന്ന പണിഷ്മെന്റിനും അല്ലെങ്കിൽ അപ്രിസിയേഷന്റെയും ബേസിസിലാണ്. അപ്പൊ പേരന്റിൽ നിന്നുള്ള അപ്രിസിയേഷൻ അല്ലെങ്കിൽ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കുട്ടി പൊതുവെ ഒരു വ്യക്തി പൊതുവെ നമ്മുടെ എനർജി അതിനു വേണ്ടി ചാനലൈസ് ചെയ്യും. മനസ്സിലായോ? അപ്പോ ആ ഇൻസ്റ്റിങ്ക്ച്വൽ എനർജീനെ സൂപ്പർ ഈഗോയിലേക്ക് ചാനലൈസ് ചെയ്യുന്ന ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് കെതക്സസ് ആണ്. റീസ്ട്രെയിൻ ചെയ്യുന്നത് ആന്റി കെതക്സസ് ആണ്. നമ്മൾ കെതക്സസ് ഓൾറെഡി പറഞ്ഞല്ലോ, കെതക്സിസും ആന്റി കെതക്സിസും പറഞ്ഞല്ലോ. അപ്പൊ ആ ഇൻസ്റ്റിങ്ക്ച്വൽ എനർജീനെ ഈഗോയിലേക്കും സൂപ്പർ ഈഗോയിലേക്കും ഈ കെതക്സിസും ആന്റി കെതക്സിസും വഴിയാണ് ചാനലൈസ് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള ഒബ്ജക്റ്റിലേക്ക് എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കെതക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം ഇപ്പൊ പേരന്റിന്റെ ലവോ അഫെക്ഷനോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൊറാലിറ്റി വഴിയിലൂടെ പോകുമ്പോൾ ആ എനർജി എവിടെ ഇൻവെസ്റ്റ് ചെയ്തു? സൂപ്പർ ഈഗോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അത് റീസ്ട്രെയിൻ ചെയ്ത നമ്മളത് കൊടുക്കാതെ ഈഗോ ഇപ്പോ ഒരു കാര്യത്തിന് ഓക്കെ ഈ ഇന്ന കാര്യം ഇനി ചെയ്യണ്ട അല്ലെങ്കിൽ ഇത് എവിടെയും ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നത് റീസ്ട്രെയിൻ ചെയ്ത് വെക്കുമ്പോൾ അതവിടെ ആന്റി കെതക്സസ് പ്രോസസ് ആണ് നടക്കുന്നത്. അതായത് ഇൻസ്റ്റിങ്ക്ച്വൽ എനർജി ഐഡിക്കാണുള്ളത്. അത് കെതക്സിസും ആന്റി കെതക്സിസും വഴി അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ആവും? ഈഗോയിലേക്കും സൂപ്പർ ഈഗോയിലേക്കും ട്രാൻസ്ഫർ ആവും. ശരിക്കും എനർജി ആർക്ക് മാത്രമാണ് ഉള്ളത്? ഇഡിന് മാത്രമാണ് ഉള്ളത്. ഇഡിന്റെ എനർജി തന്നെയാണ് ഈഗോയിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്. അതേ എനർജി തന്നെയാണ് സൂപ്പർ ഈഗോയിലേക്കും ട്രാൻസ്ഫർ ആവുന്നത്. ഈഗോ എപ്പോഴും ഫെയിൽ ആവുകയാണെങ്കിൽ ഈ എനർജി എന്തിനാ യൂസ് ചെയ്യുന്നത്? എന്തിനാ എനർജി വേണ്ടത്? നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്. ഇൻസ്റ്റിങ്ക്റ്റിന്റെ പേരിൽ നമുക്കൊരു മറ്റേ എന്താ ഒരു ടെൻഷൻ അവിടെ ഉണ്ടാവും. ആ ടെൻഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എനർജി യൂസ് ചെയ്യുന്നത്. ഈഗോ എന്ന് പറയുന്നത് ഒരു തിങ്കിങ് പ്രോസസ് അല്ലേ? എന്ത് ചെയ്യണം, നെക്സ്റ്റ് എന്ത് ചെയ്യണം. അപ്പൊ തിങ്കിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള എനർജി ആണോ ഉദ്ദേശിക്കുന്നത്? അത് ആക്ഷന് വേണ്ടിയിട്ടുള്ള എനർജി ആണോ? തിങ്കിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള എനർജി. ആക്ഷൻ ഫിസിയോളജിക്കൽ അല്ലേ? ഓക്കെ പിന്നീട് സംഭവിക്കുന്നതാണല്ലോ. അതെ, ഇപ്പൊ ഈ സൂപ്പർ ഈഗോ ആയാലും ഇതിനെ ഈ തിങ്കിങ് പ്രോസസ്സിനെ എനർജിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ? മനസ്സിലായി. ഇപ്പൊ ഈഗോ ഫെയിൽ ആവുകയാണെങ്കിൽ അവിടെ എനഫ് എനർജി ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. എനഫ് ആയിട്ടുള്ള എനർജി ഈഗോയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പോ മാൾ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള എനർജി ആയി എന്ന് പറയും. നമുക്ക് കിട്ടിയിട്ടില്ല, പാകത്തിനുള്ള എനർജി അവിടെ കിട്ടിയില്ല. ഈഗോ എപ്പോഴും ഫെയിൽ ആവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എപ്പോഴും മാൾ അഡ്ജസ്റ്റീവ് ബിഹേവിയർ ആയിരിക്കും. നമുക്ക് ആ വ്യക്തിക്ക് ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനോ അതിന്റെ തന്നെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. അപ്പോഴാണ് ആ വ്യക്തി മാൾ അഡ്ജസ്റ്റീവ് ആയിട്ടുള്ള, അതായത് ഒരു കാര്യത്തോടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു വ്യക്തിയായിട്ട് മാറുന്നത്. ഇഡിന് മോർ എനർജി ഉണ്ടെങ്കിൽ അവരെപ്പോഴും ഇമ്പൾസീവ് ആയിരിക്കും, വയലന്റ് ആയിരിക്കും, ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. ഇഡിന് എനർജി കൂടുതലാണെങ്കിൽ. ഇഡിന്റെ എനർജി ഈഗോയിലേക്ക് പാകത്തിന് ട്രാൻസ്ഫർ ആയില്ലെങ്കിൽ. മനസ്സിലായോ? ആവശ്യത്തിന് ഇഡിന്റെ എനർജി ഈഗോയിലേക്കും സൂപ്പർ ഈഗോയിലേക്കും ട്രാൻസ്ഫർ ആയില്ലെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെ ഇമ്പൾസീവ് ആയിരിക്കും, വയലന്റ് ആയിരിക്കും, ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം. കാരണം ഇഡെന്ന് പറയുന്നത് കുതിരയാണ്. അതിനെ കടിഞ്ഞാനിടാനുള്ള മേളിലിരിക്കുന്ന വ്യക്തിക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എനർജി ഇല്ലെങ്കിൽ കുതിരയ്ക്ക് പോകുന്ന സ്ഥലത്തേക്ക് പോകും. അതെപ്പോഴും ഇൻസ്റ്റിങ്ക്റ്റുകളെ എപ്പോഴും അപ്പൊ തന്നെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ള തോട്ടാണ്. അപ്പൊ അത് ചിലപ്പോൾ ഇമ്പൾസീവ് ആയിരിക്കും, അതിന് തോട്ട് പ്രോസസ് ഇല്ല, വയലന്റ് ആയിരിക്കും, അതുപോലെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും ഉണ്ടാവുക. ഇഡിന് എപ്പോഴും മോർ എനർജി അതിനകത്തേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കാണെങ്കിൽ. ഇനി സൂപ്പർ ഈഗോയ്ക്കാണ് മോർ എനർജി പോകുന്നത്, ഈഗോയിൽ നിന്ന് സൂപ്പർ ഈഗോ മോർ എനർജി എടുക്കുന്നുണ്ടെങ്കിൽ ഇൻഹിബിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. എന്ത് കാര്യം പറഞ്ഞാലും നോ പറയുന്ന ആളായിരിക്കും, വ്യക്തിയായിരിക്കും അവര്. എന്ത് കാര്യത്തിനോട് നോ പറയുന്ന വ്യക്തിയായിരിക്കും. ഹൈ മോറൽ വാല്യൂസ് ആയിരിക്കും.
സോ കോൾഡ് ഒരു ഗുഡ് ബോയ് ഇമേജ് ആയിരിക്കും അവർക്ക്, ഗുഡ് ബോയ് അല്ലെങ്കിൽ ഗുഡ് ഗേൾ ഇമേജ് ആയിരിക്കും. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഇതാണ് എനർജിയും ഇൻസ്റ്റിങ്ക്റ്റും. നമ്മുടെ ഫ്രോയിഡ് പറഞ്ഞു വെച്ചേക്കുന്ന ഡൈനാമിക്സ്, പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള രണ്ട് ഡൈനാമിക്സിൽ വരുന്ന രണ്ട് ഫാക്ടർ, ഒന്ന് ഇൻസ്റ്റിങ്ക്റ്റ്, ഒന്ന് അതിന്റെ എനർജി ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് മേജർ ആയിട്ടും പറഞ്ഞു പോകുന്നത്. പിന്നെ നമ്മളിപ്പോ ഇന്ന് പറഞ്ഞു പോയത് എന്താ അതിന്റെ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, ജസ്റ്റ് പേഴ്സണാലിറ്റി എന്താണ് എന്നുള്ളത്. ഒരു പേഴ്സണാലിറ്റീനെ മേക്ക് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്, ലെവൽസും സ്ട്രക്ചറും. അതിൽ ലെവൽസ് ആണ് നമ്മുടെ കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്. സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. അതിനകത്ത് ഡൈനാമിക് പേഴ്സണാലിറ്റിയിൽ വരുന്നതാണ് ഇൻസ്റ്റിങ്ക്റ്റും എനർജി ഡിസ്ട്രിബ്യൂഷന്റെ യൂസും. ഇനി പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് നമുക്ക് ഡിഫൻസ് മെക്കാനിസവും സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റും വരുന്നത്. അത് നമുക്ക് അടുത്ത സമയത്ത് എടുക്കാം. സമയം 10:05. ഗ്രേറ്റ്.